പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതിനിടയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പ്രതിരോധം തീർത്ത് സിപിഎം. പ്രതിഷേധം തുടർന്നാൽ വീണ ജോർജിന് പാർട്ടി സംരക്ഷണം ഒരുക്കുമെന്ന് സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. മെഡിക്കൽ കോളേജ് അപകടത്തിനിടെയുണ്ടാക്കിയ കെട്ടിടം ആരോഗ്യമന്ത്രി വന്ന് ഉരുട്ടിയിട്ടതാണോ എന്ന ചോദ്യവുമായി മന്ത്രി വി എൻ വാസവൻ രംഗത്തെത്തി. വീണ ജോർജിന് പിന്തുണയുമായി ഡിവൈഎഫ്ഐയും രംഗത്ത്. ഒരു ഭാഗത്ത് പ്രതിപക്ഷ സംഘടനകൾ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ആരോഗ്യവകുപ്പിന്റെ നേട്ടങ്ങൾ മറയ്ക്കാൻ പ്രതിപക്ഷം സമരാഭാസങ്ങൾ നടത്തുകയാണെന്ന് സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു. വീണ ജോർജിന് സിപിഎം സംരക്ഷണമൊരുക്കുമെന്നും ആ നിലയിലേക്ക് എത്തിക്കരുതെന്നും രാജു എബ്രഹാം കൂട്ടിച്ചേർത്തു. ആരോഗ്യമന്ത്രിക്കൊപ്പമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഒറ്റപ്പെടുത്താൻ ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല. ഈ സമരങ്ങൾ രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ്. ഒരപകടമുണ്ടായാൽ വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാണോ എന്നും മെഡിക്കൽ കോളേജ് അപകടത്തിനിടയാക്കിയ കെട്ടിടം ആരോഗ്യമന്ത്രി വന്ന് ഉരുട്ടിയിട്ടതാണോ എന്നുമായിരുന്നു മന്ത്രി വി എൻ വാസവന്റെ ചോദ്യം. വിമാനം ഉണ്ടായതുകൊണ്ട് പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ ഒരു ഏതെങ്കിലും വണ്ടിയോടെ ഉണ്ടായ ഉടനെ ഗതാഗത മന്ത്രി രാജിവെക്കുകയാണ്? ആരോഗ്യമന്ത്രി വന്ന് ഉരുട്ടിയിട്ടതോ തള്ളിയിട്ടതോ അത്തരത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായ സംഭവം നിർഭാഗ്യകരമാണ്. അതിന് കാലകൂട്ടി നടപടികൾ സ്വീകരിച്ചിരുന്നു. അത് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അപ്പോൾ ചില ഉപകരണങ്ങളോട് വരാനുള്ള മാറ്റം താമസം വന്ന അല്ലെങ്കിൽ നേരത്തെ തീരുമായിരുന്നു. കേരളത്തിലാകെ യൂത്ത് കോൺഗ്രസും കലാപാഹ്വാനം നടത്തുകയാണെന്ന് ഡിവൈഎഫ്ഐ. വീണ ജോർജിനെ ഒറ്റതിരിഞ്ഞാക്രമിക്കുന്നത് ഡിവൈഎഫ്ഐ പ്രതിരോധിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു. പൊതുവിൽ കേരളം കൈവരിച്ച എല്ലാ നേട്ടങ്ങളെയും തകർക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢ നീക്കത്തിന്റെ ഭാഗമാണ്. ഞങ്ങളുടെ മന്ത്രിമാരെയും ഈ ഗവൺമെന്റ് ഭാഗമായി നിൽക്കുന്ന ആളുകളെല്ലാം ആക്രമിക്കാനാണ് പുറപ്പെടുന്നതെങ്കിൽ ശക്തമായ നിലയിൽ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കാൻ ഡിവൈഎഫ്ഐ തയ്യാറാവും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. വിഷയത്തിൽ വ്യാഴാഴ്ച സിപിഎം പത്തനംതിട്ടയിൽ വിശദീകരണ യോഗം നടത്തും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.